ഹലോ ഗൈസ്, ഇന്നൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു. കുറേ അലഞ്ഞ് തിരിഞ്ഞ് ഗുഡ് ബർഗർക്കാണ് വന്നത്. ഇവിടെ പൊതുവേ നല്ല കമൻസൊക്കെയാണ്, നല്ല ഫുഡാണെന്നൊക്കെ. ബട്ട് ഇവിടുത്തെ ബിരിയാണി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ലഗോൺ ബിരിയാണി തപ്പിയിട്ടാണ് വന്നത്. ബട്ട് ലഗോൺ ബിരിയാണി കിട്ടിയില്ല. മംഗല ബിരിയാണി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അതൊന്ന് ഓർഡർ ചെയ്തു. സാലഡ് വന്നു, തൈര് വന്നു, ചമ്മന്തി വന്നു, പിന്നെ ഒരു ഐറ്റം കൂടിയുണ്ട്, ഒരു ബീട്രൂട്ട് ചമ്മന്തിയും കൂടിയുണ്ട് കേട്ടോ. അതും കൂടി വന്നു. ഞാൻ ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ്, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കുറേ ടൈമായിരുന്നു. സോ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഫൈനലി ഇത് ബിരിയാണി വിത്ത് പപ്പടം വന്നിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എൻ്റെ ഒരു സന്തോഷം നോക്കിയേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എങ്ങനെ ഉണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കഴിക്കുകയാണ്. ഞാൻ പൊതുവേ എല്ലാം കൂടി ഒക്കെ ഒറ്റയടിക്ക് ഇട്ട് കഴിക്കാറില്ല, കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ പാട്ടായിട്ട് ഇട്ടിട്ടാണ് കഴിക്കാറ്. എങ്ങനെ കഴിച്ചാലും എൻ്റെ വയറ്റിക്ക് തന്നെയാണ്, എന്നാലും ഞാൻ അങ്ങനെ കഴിക്കാറുള്ളൂ. ഞാൻ മാത്രമാണ് കഴിച്ചത്, കാരണം ഏട്ടൻ ഓൾറെഡി സദ്യയൊക്കെ കഴിച്ച്, എന്നോട് പറയാതെ പോയി സദ്യയൊക്കെ കഴിച്ച് വന്ന് മത്തായിട്ടിരിക്കുകയാണ്. ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്നൊരു പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ബട്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പുള്ളിക്ക് സദ്യ കഴിക്കേണ്ടി വന്നു ഗൈസ്. അതിൻ്റെ പ്രായശ്ചിത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ കൂടെ ഞാനൊരു മിൻലൈമും, പ്രായശ്ചിത്തല്ലേ ഏതായാലും ഒരെണ്ണം ആക്കട്ടെ, 2 മിൻലൈമും കൂടി ഓർഡർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കുടിച്ചു, കഴിച്ചു, എല്ലാം കഴിഞ്ഞു, അങ്ങനെ ഇറങ്ങിപ്പോന്നു. ടാറ്റാ.